കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് രാഹുൽ ഗാന്ധി. സ്ത്രീകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തിത്തരാൻ UDF പ്രതിജ്ഞാബദ്ധമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന. ഇക്കാര്യം പറഞ്ഞപ്പോൾ സദസ്സിൽ കൈയടിക്കാതിരുന്ന പുരുഷന്മാരെയും രാഹുൽ വിമർശിച്ചു. We want you to be participants in Kerala. In fact, I'm looking forward to the day when we have a woman Chief Minister of Kerala. See, the men are not clapping so loudly. Women are clapping loudly. So we want the women of Kerala to be able to fulfill their dreams. Whatever they want to do, we want them to succeed. Whatever job they want to do. കണ്ണൂരിൽ നിന്നും രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇന്ന് രാഹുൽ ഗാന്ധി കണ്ണൂരെത്തുകയാണ്. അപ്പോൾ പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതൽ CPM BJP ഡീൽ എന്നത് സ്വർണ്ണക്കൊള്ളയിലേക്ക് കൂടി കണക്ട് ചെയ്യുകയാണ് കോൺഗ്രസ് എന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രചരണം സ്ത്രീ കേന്ദ്രീകൃതം കൂടി ആക്കുന്നുണ്ട് കോൺഗ്രസ്. ആ രീതിയിൽ തന്നെ ആയിരിക്കുമോ ഇന്ന് കണ്ണൂരിലെ പ്രചരണവും? അങ്ങനെ കരുതണം. കാരണം ഇന്നലെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി വന്നപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും പരാമർശിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ CPM BJP ഡീൽ എന്ന തരത്തിൽ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇന്നു മുതൽ അത് വളരെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധം കോൺഗ്രസ് ആക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നരേന്ദ്രമോദി സംസ്ഥാന സർക്കാരിന്റെ വിവിധ അഴിമതികളെക്കുറിച്ചും മറ്റും സംസാരിച്ചിരുന്നു. കോൺഗ്രസിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷെ അപ്പോഴും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്നുള്ളത് അന്തരീക്ഷത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമാക്കുന്നുണ്ട് UDF. ഡീലിന് ശേഷം SDPA ബന്ധത്തിന് ശേഷം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള BJPയുടെ ഈ പ്രചരണ സമയത്തെ ഒരു നിശബ്ദത അത് വളരെ വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി ഇന്നും കണ്ണൂരിൽ ചൂണ്ടിക്കാട്ടും എന്ന് വേണം കരുതാൻ. ഒരു പരിപാടി മാത്രമാണ് ഇന്ന് കണ്ണൂരിൽ രാഹുൽ ഗാന്ധിക്ക് ഉള്ളത്. രാവിലെ അല്പം സമയത്തിന് ശേഷം കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി 10 മണിക്ക് പോലീസ് മൈതാനിലാണ് പ്രസംഗിക്കുക. ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികൾ ഈ യോഗത്തിൽ പോലീസ് മൈതാനിയിലെ ഈ യോഗത്തിലാണ് പങ്കെടുക്കുക. റോഡ് ഷോയോ ഗ്യാരണ്ടി ബസ്സുമായി ബന്ധപ്പെട്ട പരിപാടികളോ ഒന്നും ഇതുവരെ ഇവിടെ സ്ഥിരീകരിക്കപ്പെട്ടില്ല. ഒരുപക്ഷെ റോഡ് ഷോ ഉണ്ടാകുമെന്ന സൂചനകൾ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മറ്റും നൽകുന്നുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ അവർ നടത്തുന്ന പശ്ചാത്തലമുണ്ട്. കണ്ണൂരിലെ പൊതുയോഗത്തിന് ശേഷമായിരിക്കും രാഹുൽ ഗാന്ധി കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കുക. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ഇവിടെ എത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് കണ്ണൂരിലുള്ള ദിവസം കൂടിയാണ്. സ്വാഭാവികമായും നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ വേദിയിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. പേരാവൂർ പോലുള്ള മണ്ഡലങ്ങളിൽ സണ്ണി ജോസഫും KK ശൈലജയും തമ്മിലുള്ള പോരാട്ടം തീപാറുന്നതാണ്. LDFന്റെ CPMന്റെ കുത്തക മണ്ഡലങ്ങളിൽ പോലും ഇപ്പോൾ UDFന്റെ വലിയ തേരോട്ടമുണ്ട് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. പ്രത്യേകിച്ചും തളിപ്പറമ്പ്, പയ്യന്നൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ നമുക്കറിയാം മത്സരിക്കുന്നത് CPMൽ നിന്ന് പുറത്തു വന്ന നേതാക്കളാണ്. അവർക്കുള്ള പിന്തുണ അസന്നിഗ്ധമായി UDF നൽകിയ പശ്ചാത്തലമൊക്കെയുണ്ട്. അത്തരത്തിൽ നിരവധി പ്രതീക്ഷകളുള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന സംശയമില്ല. അവിടെയാണ് അവിടെ ദേശീയ നേതാവ് വരികയും പ്രചരണത്തിന് ആവേശകരമായ നേതൃത്വം നൽകുകയും മറ്റും ചെയ്യുന്നത്. അത് വലിയ പ്രതീക്ഷയോടെയാണ് കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കളും അണികളും കാത്തിരിക്കുന്നത്. രജിത്ത്, അതുപോലെ തന്നെ മറ്റ് ജില്ലകളെ പോയല്ല കണ്ണൂർ എന്ന് പറയുന്നത്. കുറച്ചുകൂടി CPMനെ വേരൂന്നിയ ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അവിടേക്കാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. അപ്പോൾ ഈ CPMനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഈ പ്രചരണത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യതകളും ഉണ്ടാകില്ലേ? തീർച്ചയായും. ഇന്നലെ നമുക്കറിയാം രാഹുൽ ഗാന്ധി പങ്കെടുത്ത പ്രത്യേകിച്ച് കോട്ടയത്തും മറ്റും പത്തനംതിട്ടയിലൊക്കെ നടന്ന യോഗത്തിൽ അദ്ദേഹം പ്രധാനമായും സ്വർണം കട്ടവനാരപ്പ എന്ന പാട്ട് പാടി പ്രസംഗം ആരംഭിച്ചതൊക്കെ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. സ്വർണ്ണക്കൊള്ള തന്നെ ആ തരത്തിൽ ഒരു ചർച്ചയാക്കാനുള്ള ശ്രമം UDFന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പോറ്റിയെ കേറ്റിയെ പാട്ടൊക്കെ വലിയ പ്രചരണ ആയുധമാക്കി ഇവിടെ നമ്മൾ കണ്ണൂരിലെ ഓരോ മേഖലയിലും അത് ദൃശ്യമാണ് താനും. അത് പ്രചരണ ആയുധമാക്കി UDF മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം വളരെ പ്രധാനമാണ്. അതുതന്നെയാണ് ഇത്തവണ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രചരണ ആയുധമായി കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യം സംശയമില്ല. മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞ ഡീലുമായി ബന്ധപ്പെട്ട ആരോപണം. BJP കോൺഗ്രസ് ഡീൽ എന്ന പ്രചരണം കാര്യമായി തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതും രാഹുൽ ഗാന്ധി വളരെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രി മറുപടി പറയാതെ പോയ SDPI ബന്ധം. ഈ SDPI ബന്ധവുമായി ബന്ധപ്പെട്ടും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം SDPI പല മണ്ഡലങ്ങളിലും നിയമത്തടക്കം CPMനെ സഹായിക്കും എന്ന് പറഞ്ഞൊരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതൊക്കെ ഒരുപക്ഷെ ചൂണ്ടിക്കാട്ടിയേക്കാം. അത്തരം ചില കാര്യങ്ങളിലും ഒക്കെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് രാഹുൽ ഗാന്ധി SDPI ബന്ധപ്പെട്ട് ഡയറക്റ്റായി സംസാരിച്ചിട്ടില്ല എങ്കിൽ പോലും കണ്ണൂരിൽ അദ്ദേഹം എടുക്കുന്ന സ്ട്രാറ്റജി എന്തായിരിക്കും എന്ന കാര്യം കാത്തിരുന്ന് കാണണം. ഏതായാലും 10 മണിക്കാണ് പോലീസ് മൈതാനിയിൽ പ്രസംഗം ഉണ്ടാകുക. ഒരുപക്ഷെ പരിപാടി അല്പം വൈകിയേക്കാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.
ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കേരളം ഇനി 9 ദിവസത്തിന് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. കേരളം പ്രചരണം അതിന്റെ അത്യുന്നതിയിൽ തന്നെ പുരോഗമിക്കുന്നു എന്ന് തന്നെ പറയണം. പ്രമുഖ നേതാക്കളൊക്കെയും താരപ്രചാരകരെയും ഒക്കെ അണിനിരത്തിയാണ് ഇപ്പോൾ പ്രചരണം കൊടുക്കുന്നത്. ആവേശം വാനോളം ഉയർത്തുകയാണ് ഓരോ മുന്നണികളും. വടക്കൻ കേരളത്തിൽ ഇന്ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പ്രചരണ പരിപാടി ഉണ്ടാകും. അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലും രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. CPM-നായി പോളിറ്റ് ബ്യൂറോ അംഗം മറിയം ധാവ്ലെയും അതുപോലെ തന്നെ BJP-ക്കായി നടി ഖുശ്ബുവും ഇന്ന് കോഴിക്കോട് എത്തുന്നുണ്ട്. കോഴിക്കോട് അപ്പോൾ ഇന്ന് പ്രചരണം കുറച്ചുകൂടി കൊഴുക്കും എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.